എല്ലാവർക്കും നമസ്കാരം. നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് മനസ്സിന് സമാധാനം വേണം, സന്തോഷം വേണം, ഭയരഹിതമായ ജീവിതം വേണം എന്നാണ്. ചിലർ അതിനെ വിജയം എന്ന് വിളിക്കുന്നു, ചിലർ അത് ദൈവാനുഗ്രഹമാണെന്ന് പറയുന്നു. വേദാന്തം അതിനെ ഒറ്റവാക്കിൽ വിളിക്കുന്നത് മോക്ഷം എന്നാണ്. മോക്ഷം എന്നത് പെട്ടെന്ന് സംഭവിക്കുന്ന ഒന്നല്ല, മറിച്ച് അത് പടിപടിയായ ഒരു ആന്തരിക യാത്രയാണ്. ഇന്ന് വേദാന്തം പറയുന്ന മോക്ഷത്തിലേക്കുള്ള അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരത്തിലേക്കുള്ള 6 പടികൾ എന്തെല്ലാമാണെന്ന് ചർച്ച ചെയ്യാം. പ്രിയമുള്ളവരെ, ഇംഗ്ലീഷിൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് സ്പിരിച്വാലിറ്റി. പക്ഷെ ഈ വാക്ക് നമുക്ക് കൃത്യമായ ഒരു അർത്ഥം തരുന്നില്ല. പലപ്പോഴും നമ്മുടെ ആന്തരികമായ കാര്യങ്ങളെ നിർവചിക്കാൻ ഈ വാക്കിന് കഴിയില്ല. സ്പിരിച്വാലിറ്റി എന്ന വാക്ക് നമ്മളെ ആശയക്കുഴപ്പത്തിൽ എത്തിക്കാറുണ്ട്. എന്നാൽ വേദാന്തം വളരെ വ്യക്തവും കൃത്യവുമായ ഒരു വാക്കാണ് ഉപയോഗിക്കുന്നത്. അതാണ് അധ്യാത്മം. 2 പദങ്ങളാണ് ഇവിടെ ചേർന്നിരിക്കുന്നത്, അതി പ്ലസ് ആത്മ. ആത്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ യാഥാർത്ഥ്യം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതി എന്നാൽ അതിനെക്കുറിച്ച് അല്ലെങ്കിൽ സംബന്ധിച്ച് എന്നാണ് അർത്ഥം. അപ്പോൾ അധ്യാത്മ എന്ന വാക്കിന് ആത്മാവിനെ സംബന്ധിച്ചത് എന്നാണ് അർത്ഥം വരുന്നത്. ഈ വാക്കു തന്നെ നമുക്ക് ആന്തരികമായി ശ്രദ്ധിക്കാനുള്ള ഒരു സൂചന നൽകുന്നു. ഇത് ബാഹ്യമായ കാര്യത്തെക്കുറിച്ചിട്ടുള്ളതല്ല, ഇത് ദൈവവിശ്വാസത്തെക്കുറിച്ചോ ആചാരങ്ങളെക്കുറിച്ചോ അല്ല, മറിച്ച് ഞാൻ യഥാർത്ഥത്തിൽ ആരാണ് എന്ന അറിവിനെ കുറിച്ചാണ്. എന്താണ് മോക്ഷം അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം? പ്രിയ സുഹൃത്തുക്കളെ, മോക്ഷം എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ മുമ്പിലത്തെ ഒരു വീഡിയോയിൽ വിശദമായി സംസാരിച്ചിട്ടുണ്ട്. മോക്ഷം, എൻലൈറ്റൻമെന്റ് അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം എന്നത് ഒരു മനുഷ്യ ജന്മത്തിന്റെ ഏറ്റവും പരമമായ ലക്ഷ്യമാണ്. ഓരോ മനുഷ്യനും ജനിക്കുന്നത് ഈ ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടിയാണ്. മോക്ഷത്തിനെ പല രീതിയിൽ നിർവചിക്കാമെങ്കിലും വേദാന്തത്തിന്റെ ഭാഷയിൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നിന്റെ സ്വരൂപത്തെ തിരിച്ചറിയലാണ് മോക്ഷം. ഞാൻ ശരീരമോ മനസ്സോ അല്ല, മറിച്ച് ഞാൻ സർവസ്വതന്ത്രനായ സർവവ്യാപിയായ ശുദ്ധ ചൈതന്യമാണ്, സച്ചിദാനന്ദ ആത്മാവാണ് എന്ന ഉറച്ച അറിവാണത്. വേദാന്തം 4 പുരുഷാർത്ഥങ്ങളിലൂടെ ഇത് വ്യക്തമായി നിർവചിച്ചിരിക്കുന്നു. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നിവയാണ് 4 പുരുഷാർത്ഥങ്ങൾ. നമ്മൾ ആധുനിക കാലഘട്ടത്തിലെ ഒരു പ്രമുഖ അമേരിക്കൻ സൈക്കോളജിസ്റ്റായ എബ്രഹാം മാസ്ലോ 1943 പുറത്തിറക്കിയ ഹൈറാർക്കി ഓഫ് നീഡ്സ് എന്ന തിയറിയെ വെച്ച് ഒരു താരതമ്യ പഠനം നടത്തിയിരുന്നു. ആ തിയറിയിൽ എബ്രഹാം മാസ്ലോ വ്യക്തമായി പറയുന്നത് ഒരു മനുഷ്യന്റെ പരമമായ ലക്ഷ്യം എന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ അല്ലെങ്കിൽ സെൽഫ് റിയലൈസേഷൻ, അതായത് ആത്മസാക്ഷാത്കാരം ആണെന്നാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ, എന്തിനാണ് ഈ ജീവിതം എന്ന വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ദയവായി കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതിൽ വിശദമായി നമ്മൾ ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുകയും ഈ 2 ആധുനിക തിയറിയും മോക്ഷ തിയറിയും നമ്മൾ താരതമ്യ പഠനവും നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേദാന്തം പറയുന്ന 6 സ്റ്റെപ്പുകൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അധ്യാത്മ എന്നാണ്. അതായത് ടേണിംഗ് ഇൻവേർഡ്, നമ്മൾ ഉള്ളിലേക്ക് തിരിയുന്നു, പുറമേയുള്ള ശ്രദ്ധ നമ്മൾ ഉള്ളിലേക്ക് തിരിക്കുന്നു. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ആത്മവിചാരം, സെൽഫ് എൻക്വയറി. ഈ ഘട്ടത്തിൽ നമ്മൾ ചില സംശയങ്ങളും ചോദ്യങ്ങളും ചോദിക്കുന്നു. മൂന്നാമത്തത് വളരെ പ്രധാനപ്പെട്ട ഘട്ടമാണ്, അതാണ് ആത്മസാധന, സ്പിരിച്വൽ പ്രാക്ടീസസ്. ആത്മജ്ഞാനം നേടുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പുകളിലൊന്ന് ആത്മസാധനയാണ്. കാരണം ഇവിടെയാണ് നമ്മുടെ പ്രയത്നങ്ങളെല്ലാം ആരംഭിക്കുന്നത്. നിങ്ങൾക്കറിയാം, ആത്മജ്ഞാനം എന്നത് ചിട്ടയായ സാധനകളുടെ അനന്തര ഫലമാണ്. ഇനി നമുക്ക് ഈ സ്പിരിച്വൽ പ്രാക്ടീസസ് അല്ലെങ്കിൽ ആത്മസാധനകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ആദ്യത്തെ സാധന എന്ന് പറയുന്നത് ഗുരു, ശാസ്ത്ര, അധികാരി, ഭേദ, ഈ 3 കാര്യങ്ങൾ അടിസ്ഥാനങ്ങളാണ്. അടുത്തത് ശ്രവണ, മനന, നിധിധ്യാസന, നമ്മൾ പഠന രീതിയാണ്. അതിനടുത്തത് നമ്മുടെ ജീവിത രീതിയിൽ കൊണ്ടുവരേണ്ട 4 യോഗകളാണ്. അടുത്തത് സാധന ചതുഷ്ടയ, 4 ക്വാളിഫിക്കേഷൻസ് ആണ്. അവസാനമായി ഭാവ, റൈറ്റ് ആറ്റിറ്റ്യൂഡ്, നമ്മൾ ചെയ്യുന്ന ഓരോ സാധനകളും എന്ത് ഭാവത്തിൽ ചെയ്യുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ഇനി ഈ സാധനകളെല്ലാം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മനസ്സിന് വേണ്ടിയാണ്. എന്തുകൊണ്ടാണ്? കാരണം നമ്മുടെ മനസ്സിലാണ് അജ്ഞാനമുള്ളത്.
നമ്മുടെ ചിത്തശുദ്ധി, അതായത് മനസ്സിന്റെ പ്യൂരിഫിക്കേഷൻ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ സാധനകളിലൂടെ അജ്ഞാനം നീങ്ങിയ ഒരു മനസ്സിൽ സ്വാഭാവികമായിട്ടും നാലാമത്തെ സ്റ്റെപ്പായ ആത്മജ്ഞാനം, അതായത് സെൽഫ് നോളജ് ഉണ്ടാവുന്നു. എന്നാൽ ഈ നോളജ് കേവലം ബുദ്ധിയുടെ ലെവലിൽ മാത്രമാണ് നമ്മൾക്കുണ്ടാവുന്നത്. അത് നമ്മളുടെ ജീവിതത്തിൽ ജീവിത രീതി അല്ലെങ്കിൽ ഉറക്കേണ്ടതുണ്ട്. അതാണ് അഞ്ചാമത്തെ സ്റ്റെപ്പ്, ആത്മനിഷ്ഠ. ജീവിത ശൈലിയായി നമ്മളുടെ ഈ ബോധം ഉറയ്ക്കുന്ന ഘട്ടമാണിത്. ഈ 5 ഘട്ടങ്ങളിലും നമ്മൾക്ക് സാധനകൾ ആവശ്യമാണ്. എന്നാൽ ആറാമത്തെ ഘട്ടം ആത്മസാക്ഷാത്കാരം എന്നത് ഒരു കോൺസിക്വൻസ് ആണ്, അല്ലെങ്കിൽ ഒരു റിസൾട്ട് ആണ്, ഒരു ഫലമാണ്. നമ്മളുടെ സാധനങ്ങളുടെ എല്ലാത്തിൻ്റെയും ഒരു ഫലമാണ്. അവിടെ പ്രയത്നങ്ങൾക്കോ സാധനങ്ങളുടെയോ ആവശ്യമില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു പുഷ്പം ഉണ്ടാവുന്നത് പോലെയാണ്. എങ്ങനെയാണ് ചെടിയിൽ പുഷ്പം ഉണ്ടാവുന്നത്? നമ്മൾ ചെടി വെക്കുന്നു, മണ്ണ് ശരിയാക്കുന്നു, സൂര്യപ്രകാശം കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുന്നു, വെള്ളം കൊടുക്കുന്നു, വളം കൊടുക്കുന്നു. അങ്ങനെ നമ്മൾ പരിപാലിക്കുമ്പോൾ പുഷ്പം എന്നത് ഒരു കോൺസിക്വൻസ് ആണ്, ഒരു അനന്തരഫലമായിട്ട് നമുക്ക് വരുന്നതാണ്. പുഷ്പത്തിന് വേണ്ടി നമ്മൾ നേരിട്ടിട്ടല്ല പ്രയത്നങ്ങൾ ഇടുന്നത്. ഇനി നമുക്ക് ഓരോ സ്റ്റെപ്പിനെ കുറിച്ചും വിശദമായി മനസ്സിലാക്കാം. ആദ്യത്തേത് അധ്യാത്മ, ടേണിംഗ് ഇൻവേർഡ്. ബാഹ്യമായ ലോകത്തു നിന്ന് നമ്മൾ നമ്മുടെ അറ്റൻഷൻ അല്ലെങ്കിൽ ശ്രദ്ധ പിൻവലിച്ച് നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നതാണ് ആദ്യ ഘട്ടം. ഒരു നിമിഷം നിങ്ങൾ നിങ്ങളുടെ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ നമ്മൾ ബാഹ്യമായ പ്രവൃത്തികളിൽ വ്യാപൃതരാണ്. പണം, പ്രശസ്തി, പേരുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നേടാൻ വേണ്ടി നമ്മൾ ഓടിപ്പായുന്നു. അപ്പോൾ നമുക്ക് ജീവിതത്തിൽ ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്നു. എന്താണ് ആ തിരിച്ചറിവ്? ബാഹ്യമായ ഒരു പ്രവൃത്തിയും ശാശ്വതമായ സന്തോഷമോ സമാധാനമോ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരില്ല, അല്ലെങ്കിൽ അത് തരുന്നില്ല. അതെല്ലാം തരുന്നത് താൽക്കാലിക സന്തോഷങ്ങളാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ആ തിരിച്ചറിയാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അവിടെയാണ് നിങ്ങളുടെ അധ്യാത്മ യാത്രയുടെ ആദ്യ പടി ആരംഭിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾ ചോദിച്ചേക്കാം, ആ തിരിച്ചറിവ് ഉണ്ടായില്ലെങ്കിലോ? വേദാന്തം പറയുന്നത് ഉണ്ടാകുന്നത് വരെ കാത്തിരിക്കാമെന്നാണ്. ഈ ജന്മത്തിൽ അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ. പ്രിയമുള്ളവരെ, ഈ വീഡിയോ നിങ്ങളുടെ ആധ്യാത്മിക യാത്രയ്ക്ക് ഒരു നിമിത്തമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ഘട്ടം നോക്കാം. അതാണ് സെൽഫ് എൻക്വയറി. നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ ഉള്ളിലേക്ക് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായും നിങ്ങൾക്ക് ചില സംശയങ്ങളും ചോദ്യങ്ങളും ഉണ്ടാകും. എന്താണ് എൻ്റെ ജീവിത ലക്ഷ്യം? ഞാൻ കേവലം ഈ ശരീരവും മനസ്സും മാത്രമാണോ? അതോ ഇതിലപ്പുറം എന്തെങ്കിലും എനിക്ക് അറിയേണ്ടതായിട്ടുണ്ടോ? അങ്ങനെ പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുന്നു. ഇതാണ് രണ്ടാമത്തെ ഘട്ടം. ഇവിടെയാണ് നിങ്ങളുടെ ഉള്ളിലെ ആത്മ അന്വേഷകൻ ഉണരുന്നത്. ഇത് സ്വാഭാവികമായി നിങ്ങളെ മൂന്നാമത്തെ ഘട്ടത്തിൽ എത്തിക്കും. അതാണ് ആത്മസാധന അല്ലെങ്കിൽ സ്പിരിച്വൽ പ്രാക്ടീസസ്. പ്രിയമുള്ളവരെ, ആത്മസാധന വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ്. സാധന എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ചിട്ടയായി പ്രയത്നിക്കുന്നതിനെയാണ് പറയുന്നത്. അങ്ങനെ പ്രയത്നിക്കുന്ന ആളെ സാധകൻ എന്നാണ് പറയുന്നത്. അതായത് സാധന എന്ന വാക്കിന് വേദാന്തയിൽ പ്രധാനമായും 2 അർത്ഥങ്ങളാണുള്ളത്. ഒന്ന് സാധ്യം, അതായത് ഗോൾ, നമ്മുടെ ലക്ഷ്യം. 2 സാധന, അതിലേക്കുള്ള മാർഗം. ഇനി നമുക്ക് പ്രധാനമായും 5 സാധനകളുടെ ഒരു സിലബസ് വേദാന്തം പറയുന്നു. ഏതെല്ലാമാണെന്ന് നോക്കാം. ഒന്നാമത്തത് നമ്മുടെ ഫൗണ്ടേഷൻ, നമ്മുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഗുരുവാണ്. ഗുരു, ശാസ്ത്ര, അധികാരിത്വം. ഇതാണ് ആദ്യത്തെ സാധന സിലബസിൽ വരുന്നത്. നമ്മൾ ഒരു വീഡിയോയിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ദയവായി കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. രണ്ടാമത്തത് നമ്മുടെ ക്വാളിഫിക്കേഷനാണ്, നമ്മുടെ യോഗ്യതകൾ. അതിനെ സാധന ചതുഷ്ടയം എന്നാണ് പറയുന്നത്. വിവേകം, വൈരാഗ്യം, ക്ഷമ, ദമ, ഷഡ് സമ്പത്ത്, മുമുക്ഷുത്വം. നമ്മൾ മുന്നത്തെ ഒരു വീഡിയോയിൽ ഇതിനെക്കുറിച്ച് വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ നോക്കുകയാണെങ്കിൽ നോളജ് പ്രോസസ്. നമ്മൾ ഈ ജ്ഞാനം ഗെയിൻ ചെയ്യേണ്ട രീതി, ശ്രവണം, മനനം, നിധിധ്യാസനം. ഇതും നമ്മൾ മുന്നേ പ്രതിപാദിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ക്ഷമിക്കണം, ഞാൻ ഈ കാര്യങ്ങളെല്ലാം ഇവിടെ വിശദീകരിക്കാൻ കഴിയാത്തത് കൊണ്ടല്ല, മറിച്ച് ഇതൊരു ലോങ് വീഡിയോ ആയി മാറും. അതുകൊണ്ടാണ് ഓൾറെഡി ഈ വീഡിയോകളുടെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇനി നാലാമത്തത് ഇന്റഗ്രേഷൻ ആൻഡ് പ്യൂരിഫിക്കേഷൻ. പ്രധാനപ്പെട്ടതാണ് 4 യോഗകൾ: ജ്ഞാനയോഗ, കർമ്മയോഗ, ധ്യാനയോഗ, ഭക്തിയോഗ. ഇതും വളരെ ആഴത്തിലുള്ളതും വിശാലവുമായ ഒരു വിഷയമാണ്. അതുകൊണ്ട് അടുത്ത വീഡിയോ നമ്മൾ ഈ സബ്ജക്റ്റിനെ കുറിച്ചാണ് തയ്യാറാക്കുന്നത്. അവസാനമായി ഭാവ, നമ്മൾ ചെയ്യുന്ന മനോഭാവം, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, ശ്രദ്ധ, മനോഭാവം, ഈശ്വര അർപ്പണം, ഈശ്വര പ്രസാദം, ഭക്തി, അങ്ങനെ നിറയെ ഒരുപാട് ഭാവങ്ങളുണ്ട്.
പ്രധാനമായ 4 ഞാൻ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതിനെക്കുറിച്ച് പരാമർശിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം, ഇത്രയും സാധനങ്ങളെല്ലാം ഒരുമിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ഏതെങ്കിലും ഗ്രന്ഥമുണ്ടോ എന്ന്. പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു ഗ്രന്ഥമുണ്ട്. അതാണ് ഭഗവത്ഗീത. ഈ 4 യോഗകളുടെയും ഈ സാധനങ്ങളുടെയും അപൂർവമായ ഒരു സമന്വയമാണ് ഭഗവത്ഗീത. നല്ല ഒരു ഗുരുവിൽ നിന്ന് ഭഗവത്ഗീത നിങ്ങൾക്ക് ശ്രവിക്കാൻ കഴിയുകയാണെങ്കിൽ അത് വളരെ ഉത്തമമാണ്. നിങ്ങളുടെ ആത്മീയ യാത്രയ്ക്ക് വളരെ സഹായകരമാണ്. എന്തായാലും നമ്മൾ ഭഗവത്ഗീത വീഡിയോ ഭാവിയിൽ ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് 4ാമത്തെ സ്റ്റെപ്പ് നോക്കാം. ആത്മജ്ഞാനം, സെൽഫ് നോളജ്. ഇത് വളരെ നിർണായകമായ ഒരു ഘട്ടമാണ്. അജ്ഞാനം നീങ്ങിയ ഒരു മനസ്സ് നമുക്കുണ്ടാവുന്നു. നമ്മുടെ ബുദ്ധിയിൽ ഒരു ബോധം ഉദിക്കുന്നു. എന്താണത്? ഞാൻ ശരീരമല്ല, മനസ്സല്ല, മറിച്ച് ഞാൻ സച്ചിദാനന്ദ ആത്മ, ഇവയെ അറിയുന്ന അവയർനെസ് ആണ് എന്ന ഒരു ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നു. എന്നാൽ ഈ അറിവ് ആഴത്തിൽ ഇപ്പോഴും നമ്മുടെ ഉള്ളിൽ എത്തിയിട്ടുണ്ടാവില്ല. അത് ഉപരിതലത്തിൽ മാത്രമേ നമുക്ക് അറിവ് കിട്ടിയിട്ടുണ്ടാവുള്ളൂ. പലപ്പോഴും നമ്മൾക്ക് നമ്മുടെ ദേഹവാസന, മനോവാസന, അഹങ്കാരവാസന തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതുകൊണ്ട് ഈ ജ്ഞാനം നമ്മളിൽ ഉറക്കേണ്ടതുണ്ട്. അതാണ് 5ാമത്തെ ആത്മനിഷ്ഠ, സെൽഫ് അബൈഡൻസ്. നിഷ്ഠ എന്ന വാക്കിന് ആത്മബോധത്തിൽ ഉറച്ചു നിൽക്കുക എന്നാണ് അർത്ഥം. സാധകൻ സാധനയിലൂടെ നേടിയ ഈ അറിവുകളിൽ ജീവിക്കാൻ തുടങ്ങുന്നു. ഈ അറിവ് ഒരു ജീവിത ശൈലിയായി മാറുന്നു. പക്ഷെ ഈ ഘട്ടത്തിലും നമുക്ക് സാധനകൾ ആവശ്യമാണ്. ഈ ഘട്ടത്തിലും നമ്മളെ ദേഹവാസനകൾ പിന്തുടരും. ദേഹവാസന എന്നാൽ ഹാബിച്വൽ തിങ്കിങ് ഓഫ് ദ മൈൻഡ് എന്നാണ് അർത്ഥം. അതിനെക്കുറിച്ച് വ്യക്തമായി അടുത്തൊരു വീഡിയോയിൽ പറയുന്നതാണ്. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ നമ്മളുടെ സാധനകളിൽ ഒന്നായ നിധിധ്യാസന, അതായത് വേദാന്തിക് കോൺടെംപ്ലേഷൻ, മെഡിറ്റേഷൻ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താണ് ധ്യാനത്തിന്റെ ആവശ്യകത? നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ആദ്യം ഒരു അറിവ് ശ്രവണത്തിലൂടെ ലഭിക്കുന്നു. ഒരു ഗുരുവിൽ നിന്ന് ശ്രവിക്കുന്നു. നിങ്ങൾ എന്താണ് ശ്രവിക്കുന്നത്? ഞാൻ മനസ്സല്ല, ശരീരമല്ല, മറിച്ച് ഞാൻ നിത്യ ചൈതന്യമായ ആത്മാവാണെന്ന്. അപ്പോൾ നിങ്ങൾക്ക് സംശയങ്ങൾ ഉടലെടുക്കുന്നു. ഗുരുവുമായിട്ടോ, അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾക്കറിയാം നമ്മൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സംശയങ്ങളിലൂടെ നിങ്ങൾ സംശയ നിവാരണം നടത്തുന്നു, മനനം സംഭവിക്കുന്നു. 3, ഇത് നമ്മളിൽ ഉറക്കേണ്ടതുണ്ട്, നിഷ്ഠയായി മാറേണ്ടതുണ്ട്. അതിനാണ് നമ്മളെ മെഡിറ്റേഷൻ ഹെൽപ്പ് ചെയ്യുന്നത്. ധ്യാനത്തിന്റെ ആവശ്യകത എന്താണെന്ന് നോക്കിയാൽ, ഈ അറിവ് ബുദ്ധിയിൽ തന്നെ, നമ്മൾക്ക് ധ്യാനമില്ലെങ്കിൽ നമ്മൾക്ക് ലഭിച്ച ഈ അറിവ് നമ്മുടെ ബുദ്ധിയിൽ തന്നെ നിൽക്കുന്നു, നമ്മുടെ ജീവിത രീതിയായി മാറുന്നില്ല. സ്ഥിരമായ ധ്യാനമാണ് ആത്മബോധത്തെ സ്ഥിരപ്പെടുത്തുന്നത്. ധ്യാനത്തെക്കുറിച്ച് നമ്മൾ ധ്യാന യോഗ എന്ന വീഡിയോയിൽ വ്യക്തമായി പ്രതിപാദിക്കുന്നതാണ്. അവസാന സ്റ്റെപ്പ് ആത്മ സാക്ഷാത്കാരം, സെൽഫ് റിയലൈസേഷൻ, അതായത് എൻലൈറ്റൻമെന്റ് നോക്കാം. ഇത് അവസാന ഘട്ടമാണ്. എല്ലാ സാധനങ്ങളും ഇവിടെ പര്യവസാനിക്കുന്നു. ഇവിടെ അന്വേഷകനില്ല, അന്വേഷണമില്ല, എല്ലാം ഒന്നായിത്തീരുന്നു. ഇത് ഒരു അനുഭവമല്ല, മറിച്ച് ഒരു തിരിച്ചറിവാണ്. നമ്മൾ നേരത്തെ കണ്ട ഉദാഹരണത്തിൽ ഒരു പുഷ്പം ഉണ്ടാകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. അത് ഒരു കോൺസിക്വൻസസ്, ഒരു റിസൾട്ടാണ്, അല്ലാതെ ഒരു എഫേർട്ടിന്റെ ഭാഗമല്ല. നമുക്ക് ഒരു ജീവൻ മുക്തയുടെ ജീവിതം എന്താണെന്ന് നോക്കാം. പുറമേ നിന്ന് നോക്കുമ്പോൾ ഒരു സാധാരണ പോലെ തോന്നുന്നു. ഒരു മാറ്റവും നിങ്ങൾക്ക് ഒരു എൻലൈറ്റൻഡ് ആയ ആൾ മനസ്സിലാക്കാൻ സാധിക്കില്ല. പക്ഷേ അവരുടെ ഉള്ളിൽ സംഭവിച്ച മാറ്റം വർണ്ണനാതീതമാണ്. അകത്ത് എല്ലാം മാറി മറിഞ്ഞിരിക്കുന്നു. അവർക്ക് പ്രത്യേകിച്ച് ബന്ധിപ്പിക്കുന്ന ആഗ്രഹങ്ങൾ ഉണ്ടാവുകയില്ല, നഷ്ടഭയം ഉണ്ടാവുകയില്ല. എല്ലാം തികഞ്ഞ ഒരു പൂർണ്ണത എപ്പോഴും അനുഭവപ്പെടുന്നു. ഒന്നിനും അവരുടെ സന്തോഷത്തെയോ സമാധാനത്തെയോ ഇല്ലാതാക്കാൻ കഴിയുന്നില്ല. പ്രിയമുള്ളവരെ, ജീവിതം അവസാനിക്കുന്നതല്ല മോക്ഷം, മറിച്ച് സ്വാതന്ത്ര്യത്തോടെയുള്ള ഒരു പുതിയ ജീവിതം ആരംഭിക്കുന്നതാണ് ആത്മസാക്ഷാത്കാരം അല്ലെങ്കിൽ മോക്ഷം എന്ന് പറയുന്നത്. വേദാന്തത്തിന്റെ ഈ 6 പടവുകൾ കേവലം സിദ്ധാന്തമോ വിശ്വാസമോ അല്ല, നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ നേടിയെടുക്കേണ്ട പടവുകളാണ്. ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇംഗ്ലീഷിലുള്ള വീഡിയോകൾക്കായി വേദാന്ത ഇൻ സിമ്പിൾ ലോജിക് എന്ന ചാനൽ സന്ദർശിക്കൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത മാന്യങ്ങൾക്ക് ആഴത്തിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.